കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ പോളിംഗിൽ 2% കുറവ്. പാലക്കാട് നഗരസഭയിലും വോട്ട് ശതമാനം കുറഞ്ഞു. മറ്റ് നഗരസഭകളിൽ മികച്ച പോളിംഗ് ആണ് നടന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ എല്ലാ മുന്നണികൾക്കും പ്രതീക്ഷയും ആശങ്കയുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 2% കുറവാണ് വന്നത്. പോളിംഗ് കുറഞ്ഞത് ആരെ പിന്തുണയ്ക്കും, ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കേന്ദ്രങ്ങളിൽ തലനാരിഴ കീറി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നഗരസഭയിൽ 3% പോളിംഗ് ആണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്. ഇത് ആരെ പിന്തുണയ്ക്കും, ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ്. BJP കേന്ദ്രങ്ങൾ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് അവകാശപ്പെടുന്നത് BJP കേന്ദ്രങ്ങൾ അനധികൃതമായി ചേർത്ത വോട്ട് പോൾ ചെയ്യപ്പെടാത്തതാണ് ഈ പോളിംഗ് ശതമാനം നഗരസഭയിൽ കുറയാൻ കാരണമെന്നുള്ളതാണ്. അത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ളതാണ് UDF പറയുന്നത്. ആരാണ് പാലക്കാട് നഗരസഭ ഭരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചെറുകക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ തങ്ങൾക്ക് ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. ചിറ്റൂർ നഗരസഭയിൽ 81%-ലധികം പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായത്. ചിറ്റൂർ നഗരസഭ തിരിച്ചു പിടിക്കും എന്ന് തന്നെ UDF പറയുന്നു. ഇതുകൂടാതെ പട്ടാമ്പി നഗരസഭയും ചെർപ്പളശ്ശേരി നഗരസഭയും തിരിച്ചു പിടിക്കും എന്ന് UDF അവകാശപ്പെടുന്നു. മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ആധിപത്യം നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. ഷൊർണൂർ അതുപോലെ തന്നെ ഒറ്റപ്പാലം നഗരസഭയിൽ ഇടത് ആധിപത്യം തുടരാനാണ് സാധ്യത. ജില്ലാ പഞ്ചായത്തിൽ കൂടുതൽ ഡിവിഷനുകൾ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭരണം കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഈ ഭരണം LDF-ന് തന്നെ ലഭിക്കാനാണ് സാധ്യത. മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്തിലും ഇടത് ആധിപത്യം തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്.